ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ നടന്നുവെന്ന് ആരോപിക്കപ്പെട്ട അതിക്രമ കേസിൽ KSU നേതാക്കൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ നിർണായകമായ പല തെളിവുകളും കണ്ടെത്താനായില്ല എന്നതാണ് ഈ കേസിലെ പ്രധാന വഴിത്തിരിവ്. പ്രത്യേക അന്വേഷണ സംഘം പ്രതികളുമായി വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയെങ്കിലും വധശ്രമത്തിനുള്ള പ്രാഥമിക തെളിവുകൾ പോലും ശേഖരിക്കാൻ പോലീസിന് സാധിച്ചില്ല. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായ ആയുധം കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. FIR-ൽ കൃത്യമായി പരാമർശിച്ചിരുന്ന മന്ത്രിയെ ആക്രമിക്കാൻ ഉപയോഗിച്ചുവെന്ന് പറയപ്പെടുന്ന ആയുധം കണ്ടെത്താൻ സാധിക്കാത്തത് കേസിലെ പ്രോസിക്യൂഷൻ വാദങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണത്തിന് ബലമേകുന്ന യാതൊരുവിധ തെളിവുകളും അന്വേഷണത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രതികളുമായി റെയിൽവേ സ്റ്റേഷനിലും കറുത്ത തുണി വാങ്ങിയെന്ന് പറയപ്പെടുന്ന വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തിയത്. എന്നാൽ ഈ പരിശോധനകളിൽ നിന്നും കേസിനെ വധശ്രമത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മതിയായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് വേണം കരുതാൻ. തുടർന്ന് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ ജയിലിലേക്ക് തന്നെ മാറ്റുകയാണ് ചെയ്തത്. അറസ്റ്റിലായ 5 KSU പ്രവർത്തകരുടെ ജാമ്യ ഹർജിയിലും മറ്റും ഈ വിവരങ്ങൾ നിർണായകമാകാൻ സാധ്യതയുണ്ട്. ഫെബ്രുവരി 25-നായിരുന്നു മന്ത്രി വീണ ജോർജിന് നേരെ അതിക്രമം നടന്നുവെന്ന പരാതി ഉയർന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവത്തിന് പിന്നാലെ വൻ രാഷ്ട്രീയ വിവാദമാണ് കേരളത്തിലുടനീളം ഉണ്ടായത്. സംഭവത്തിൽ 5 KSU പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പ്രമുഖ നേതാക്കളെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. MC അതുൽ, CH മുബാസ, മുഹമ്മദ് യാസീൻ, അക്ഷയ് മാട്ടൂൽ, ബിദുൽ എന്നിവരാണ് കേസിലെ പ്രതികളായ 5 KSU പ്രവർത്തകർ. ഇവർക്കെതിരെ ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മന്ത്രിയുടെ കൈയിനും കഴുത്തിനും പരിക്കേറ്റതായും അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പരിക്കിന്റെ ഗൗരവത്തെ ചൊല്ലിയും പിന്നീട് തർക്കങ്ങൾ ഉടലെടുത്തു. കോൺഗ്രസ് നേതാക്കൾ സംഭവത്തിൽ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. മന്ത്രിക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലെന്നും സംഭവം വെറും നാടകമാണെന്നുമാണ് കോൺഗ്രസ് നേതൃത്വമെന്ന് ആരോപിച്ചത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് CPIM നേതാക്കൾ രംഗത്തെത്തി. തങ്ങളുടെ മന്ത്രിയെ അപായപ്പെടുത്താൻ കരുതിക്കൂട്ടി നടത്തിയ ആസൂത്രിതമായ നീക്കമാണിതെന്ന് CPIM ആരോപിച്ചു. അതിക്രമത്തെ ന്യായീകരിക്കാനാകില്ലെന്നും രാഷ്ട്രീയ അതിരുകൾ ലംഘിച്ചുള്ള പ്രവർത്തനമാണിതെന്നുമാണ് CPIM വാദിച്ചത്. കേസ് നിലനിൽക്കുമെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത് കേസിനെ എങ്ങോട്ട് നയിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പോലീസിന്റെ തുടർന്നുള്ള നീക്കങ്ങൾക്കായി നിയമലോകം ഉറ്റുനോക്കുകയാണ്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ കേസിന്റെ ഗൗരവം കുറയുന്നുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. അന്വേഷണം കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. തെളിവെടുപ്പ് പരാജയപ്പെട്ടത് പ്രതിഭാഗത്തിന് നിയമപരമായി മുൻതൂക്കം നൽകുന്നതാണ്. വരും ദിവസങ്ങളിൽ കോടതിയിലെ നടപടികൾ കേസിലെ നിർണായക വഴിത്തിരിവാകും. കണ്ണൂരിൽ നടന്ന ഈ സംഭവം രാഷ്ട്രീയമായ ഒട്ടേറെ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഈ കേസ് ഭാവിയിൽ എങ്ങനെയെല്ലാം രാഷ്ട്രീയ ചർച്ചകളെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. മന്ത്രിക്ക് നേരെയുണ്ടായ അതിക്രമം എന്നത് വലിയ ചർച്ചയായതുകൊണ്ട് തന്നെ ഈ കേസിലെ വീഴ്ചകളെ നിയമസഭയിലടക്കം പ്രതിപക്ഷം ആയുധമാക്കാൻ സാധ്യതയുണ്ട്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കപ്പെടണം. നീതിപൂർവമായ അന്വേഷണം മാത്രമാണ് ഇത്തരം കേസുകളിൽ ജനങ്ങൾക്ക് വിശ്വാസം നൽകുക. തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിക്കാത്തത് അന്വേഷണത്തിന്റെ വിശ്വസ്തതയെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംഭവത്തിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കൂടുതൽ അന്വേഷണം ആവശ്യമായി വന്നേക്കാം.